ഇതെല്ലാം ഞാൻ ഒരു കബാബ് ഓർഡർ ചെയ്തപ്പോഴത്തേക്കും സൈഡ് ഡിഷായിട്ട് തന്നാണ് കേട്ടോ. മാഷാ അല്ലാ, സൈഡ് ഡിഷ് ഉണ്ടല്ലോ. ഒരു കബാബിന് ഒരു സൈഡ് ഡിഷ്. അടുത്ത കബാബ് വരുമ്പോൾ ഞാൻ നിങ്ങളെ അതിൻ്റെ വീഡിയോ കാണിക്കാൻ കേട്ടോ. ഇത്രയും തിന്നു കഴിഞ്ഞാൽ എനിക്ക് വന്നു ഞാൻ 2 ദിവസത്തെ എനിക്ക് ഭക്ഷണം വേണ്ട തോന്നി. ഇതിൻ്റെ ഒരു 4% പോലും എനിക്ക് കഴിക്കാനും പറ്റില്ല. ഇത് മൊത്തം കളയേണ്ടി വരും. തുർക്കിഷ് Girish? Huh? Girish is not? What is the name? What is the name? Two? Two. അങ്ങനെ പറഞ്ഞിട്ടാണ് സാധനം. ഇത് ലെബൻ കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നു. അത് സമീ സാർ ലെബൻ. ഇത് എന്താണെന്ന് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് പറയാം കേട്ടോ. ഞാൻ ഭക്ഷണം കുറച്ച് കഴിഞ്ഞിട്ടേ ഞാൻ ഓർഡർ ചെയ്തോളൂ. തൽക്കാലം ഒന്ന് ലെബൻ ഉപ്പിട്ടുള്ളതാണ്. ലെബൻ ഇതായത് മോര് സംഭവം അടിപൊളിയായിരുന്നു. സൂപ്പർ. നോക്കിയാൽ ഇത്രയും സൈഡ് ഡിഷ് മാഷാ അല്ലാ, ഇത് മൊത്തം ഫ്രീ ആയിട്ടുള്ളതാണ്. ഞാൻ ഇത്ര കഴിച്ച് തീർക്കും. ഞാനിവിടെ വൈഫൈ ഉള്ളതുകൊണ്ട് എൻ്റെ മൊബൈൽ ചാർജ് ചെയ്യാനും മറ്റുള്ള പണി സാധനങ്ങൾ ചാർജ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ കയറിയതാണ്. രാവിലെ വന്നിട്ട് ഞാനിവിടെ കയറില്ല. രാവിലെ കയറിയെന്നുണ്ടെങ്കിൽ ഒരു ഇഷ്യൂ അല്ലേ. ഞാൻ അപ്പുറത്തൊരു നരകത്തിൽ പോയി ആഹാരം കഴിച്ചു. എന്തായാലും ഞാൻ ഇവിടുത്തെ ആഹാരം കഴിച്ചിട്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ് പറയാൻ ഈ റെസ്റ്റോറൻറ്റ് മൊത്തത്തിലുള്ള വീഡിയോ എടുക്കാം കേട്ടോ. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ സർവീസ് ചെയ്യുന്ന ഒരാളെ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും. ഇതാണ് എനിക്ക് ആഹാരം കിട്ടുന്ന വീട്ടിൽ. ഇത് കിച്ചൺ. അതാണ് എൻ്റെ കബാബ്. ഇതേ കൊണ്ടുവരുന്നത് കേട്ടോ. ഇതേ എൻ്റെ കബാബ് റെഡി. കബാബ് കൊണ്ടുവരുന്നു. കബാബ് റെഡി ആയിട്ട് കൊണ്ടുവരുന്നു. യെസ്, കബാബ്. ഇസ്താംബുൾ കബാബ്. ഇസ്താംബുൾ കബാബ് വിത്ത് റൊട്ടി. എന്തായാലും നമ്മൾ കഴിച്ചു നോക്കുകയാണ്. കഴിച്ചു നോക്കിയിട്ട് ഞാനിപ്പോൾ ഒന്ന് അത് കഴിച്ചു നോക്കട്ടെ. ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കി ലാപ്ടോപ്പൊക്കെ എന്തായാലും ഞാൻ ചാർജിന് വെച്ചു. അത് ചാർജ് ആയതുകൊണ്ടിരിക്കുന്നു. ഇന്നലത്തെ വീഡിയോ തന്നെ ഞാൻ ഇതുവരെയും അപ്ലോഡ് ചെയ്തില്ല കേട്ടോ. അതിങ്ങനെ അപ്ലോഡിങ്ങിൽ ഇങ്ങനെ ബ്രേക്ക് ആയിപ്പോയി. എന്നാൽ എയർപോർട്ടിൽ നിന്ന് ഇന്നലെ എനിക്ക് സമയം കിട്ടില്ല. അപ്പോഴത്തേക്കും എൻ്റെ വീഡിയോ അപ്ലോഡ് ആയില്ലായിരുന്നു. 12 മിനിറ്റ് തന്നെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ബോർഡിങ് തുടങ്ങിയായിരുന്നു. ഞാനായിരുന്നു കയറാം. ഞാൻ കയറി ഫ്ലൈറ്റിലേക്ക്. ബോർഡിങ്ങിൻ്റെ സമയം. ഇത് റൊട്ടിയാണ്. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റൊട്ടിയാണ്. കൊള്ളാം, നല്ല രസമുണ്ട്. അതുപോലെ ആവശ്യം പോലെ സാധനങ്ങൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് മതിയെന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്നെല്ലാം റെഡി ആയി തന്നതാ. എന്തായാലും നമ്മൾ കഴിക്കാൻ റോഡ് സൈഡിലാണ് ഇന്ന് കഴിക്കുന്നത് കേട്ടോ. നട റോഡിലാണ്. അതുപോലെ തന്നെ മെട്രോ സ്റ്റേഷൻ്റെ മുന്നിലാണ്. മെട്രോ സ്റ്റേഷൻ ഈ തൊട്ട് മുന്നിൽ കാണുന്നത്. ഈ കാണുന്ന മെട്രോ സ്റ്റേഷൻ. എന്തായാലും കുറേ സലാഡുകളുണ്ട്. ഇതൊക്കെ നമുക്കറിയാം, നമ്മളെ അവിടെ കിട്ടുന്നതാണ്. ഭക്ഷണം കഴിക്കാൻ കേട്ടോ. നല്ല ഒന്നാം തരം കബാബാണ്. കബാബ് കുറച്ച് കമ്പിയൊക്കെ ചൂടുണ്ട്. കമ്പിയിലാണ് അവർ കബാബ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ മീറ്റ് കബാബാണ് വാങ്ങിച്ചോളൂ. മീറ്റ് കബാബ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒത്തിരിയും കൊള്ളാം. വീഡിയോ ഏതാണ്ട് ഇന്നലത്തെ വീഡിയോ വെറും 69% ലോഡായിട്ടുള്ളൂ കേട്ടോ. ഇത് അപ്പോൾ ഇത് ഡയറക്റ്റ് നമുക്ക് ഇത് ചെയ്ത് കൊണ്ട് തന്നാ. നേരിട്ട് ഇതിങ്ങനെ കൊണ്ടുവന്നു. ഞാൻ
ഇത്രയും സൈഡ് ഡിഷ് ഞാൻ പറഞ്ഞില്ലേ, എന്തൊരു സൈഡ് ഡിഷാണ് ഇവർ തന്നത്, എനിക്കെന്നെ അറിഞ്ഞൂടാ. ഞാൻ എങ്ങനെ ഈ സൈഡ് ഡിഷ് മാത്രം, എൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇത്രയും സൈഡ് ഡിഷ് കഴിക്കാൻ പറ്റും. അത്രയ്ക്ക് സൈഡ് ഡിഷ് അവർ തന്നു കേട്ടോ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര സൈഡ് ഡിഷ്. ഇവിടെ ഇത്രയ്ക്ക് വെജിറ്റബിളിനും തൈരിനും ഒക്കെ വില കുറവാണ്. അതുകൊണ്ടാണല്ലോ അവർ ഇത്രയും സൈഡ് ഡിഷ് തന്നത്. എനിക്കത് മനസ്സിലാവട്ടെ, ഇത്രയും സൈഡ് ഡിഷ് എങ്ങനെയാണ് അവർക്ക് എങ്ങനെ മുതലാവും എന്നുള്ളതാണ്. ഇവിടെ അവർ ഇത്രയും 1 2 3 4 5 6 7 8 പ്ലേറ്റ് നിറച്ച് സൈഡ് ഡിഷ്. ഈ സൈഡ് ഡിഷ് മൊത്തം ഞാൻ തിന്നുമായിരുന്നു. എൻ്റെ പൊന്നു, ഞാൻ ഈ സൈഡ് ഡിഷ് തിന്നു വന്നിട്ട് റൂമിൽ കയറി എങ്ങനെ കിടന്ന് ഉറങ്ങുമെന്ന് എനിക്ക് മനസ്സിലാവില്ല. അത്രയ്ക്ക് ഹെവി ഫുഡാണ് കേട്ടോ ഇത്. ഹെവി എന്ന് പറഞ്ഞാൽ വെരി ഹെവി ഫുഡാണ്. ഓക്കെ, എന്തായാലും അൽഹംദുലില്ലാ കഴിക്കാം, വേറെ വഴിയൊന്നുമില്ല. കഴിക്കുക, കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങുക, പെരുമ്പാമ്പിനെ പോലെ പോയി കിടന്ന് ഉറങ്ങുക. അതായത് കുറച്ച് നടന്നിട്ടുള്ളൂ. ആ നടന്നത് എന്തായാലും ഒരു വ്യായാമമായോ എന്ന് എനിക്ക് തോന്നി. പക്ഷേ അല്ല, ഞാൻ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത് കേട്ടോ. ഭക്ഷണം കഴിച്ച് റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചണൊക്കെ ഞാനൊന്ന് എടുക്കാം. ഹലോ, അൽഹംദുലില്ലാ ഇതാണ് നമുക്ക് സെർവ് ചെയ്തത്. ഇത് ഈ അപ്പൂപ്പൻ ഇവിടെ ഉണ്ട്. ഇതാണ് നമുക്ക് അൽഹംദുലില്ലാ നല്ല സലാഡ്, നല്ല സൈഡ് ഡിഷൊക്കെ കിട്ടി. അടിപൊളിയായിരുന്നു ഭക്ഷണം. എന്തായാലും സന്തോഷമായി ഭക്ഷണം കഴിച്ചു. അടിപൊളി. ഇതല്ലേ هذه ايش هذا؟ هذا لبن، في لبن. ايوه ايش كلام هذا؟ تركي؟ ها؟ لبن. ايوه ايش كلام، ايش اسمه هذا؟ يوغurt. ايوه യോഗാട്ട് ഉണ്ട്. ഇങ്ങനെ ഇത് മെഷീനിലുള്ള വലിയ ഡ്രമ്മിൽ കലക്കി വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് ഇങ്ങനെ എടുക്കുകയാണ്. ലെമൺ കലക്കിയതാണ്. അത് കണ്ടാൽ തോന്നുന്നത് ബിയർ വെച്ചിരിക്കുന്ന പോലെയാണ്. ഇതിവിടെ എല്ലാവരും ആഹാരത്തിൻ്റെ കൂടെ കഴിക്കും. അത് മോരും വെള്ളമാണ്. അടിപൊളി. കുറേ സീറ്റിംഗ് ഉണ്ട് ഇതിനകത്ത്. എന്തായാലും ഞാനിവിടെ കയറിയപ്പോൾ ആരുമില്ലായിരുന്നു. ഇവിടെ ഇപ്പം ഫുള്ളായിട്ടുണ്ട് റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇവിടെ കയറി മൊബൈലെല്ലാം റീചാർജ് ചെയ്തു, വീഡിയോ അപ്ലോഡ് ചെയ്തു, സകലതും കഴിഞ്ഞു. ഇപ്പം എന്തായാലും നമുക്ക് പോകാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇസ്താംബൂളിലെ മെട്രോ റെയിൽവേ സ്റ്റേഷൻ്റെ ജസ്റ്റ് ഔട്ട്സൈഡിലാണ്. മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങിയാൽ ഈ കാണുന്നത് മെട്രോ റെയിൽവേ സ്റ്റേഷൻ. അത് ആ കാണും. അവിടെ നിന്ന് ഇങ്ങനത്തെ ആ ഗേറ്റൊക്കെ കാണുന്നത്, അതിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നാൽ നേരെ റെസ്റ്റോറൻറ്റ് നമുക്ക് കിട്ടുക. അടിപൊളിയായി, നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. ആവശ്യമില്ല ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ക്വാണ്ടിറ്റി കേട്ടോ. പിന്നെ ഇപ്പോൾ നമുക്ക് റൂമിലേക്ക് പോകാം. ഒരു പേറ്റ് കബാബ് എന്ന് പറയുന്നത് ഭയങ്കര വലിയ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതിങ്ങനെ ആ കബാബ് മൊത്തം കഴിച്ച് വയറ് നയിച്ച്. ഇവിടെ മൊത്തം റെസ്റ്റോറൻ്റ് ആട്ടോ. അത് ഈ കാണുന്ന എല്ലാ റെസ്റ്റോറൻ്റാണ്. ഇവിടെ എല്ലാവരും ഇങ്ങനെ വഴിയിൽ കസ്റ്റമേഴ്സിനെ വിളിക്കാൻ വേണ്ടി എല്ലാവരും നിറഞ്ഞിട്ടുണ്ട്. നോക്കിയാൽ റോഡ് ഇങ്ങനെ, അതായത് നടപ്പാതയിലാണ് എല്ലായിടത്തും ചേർത്തിരിക്കുന്നത്. നടപ്പാതയിൽ ആൾക്കാർ ഇരുന്ന് ഇങ്ങനെ കഴിക്കാണ്. എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. ഇവിടുത്തെ പ്രത്യേകതയാണത്. നോക്കിയാൽ എല്ലാ കടകളിലും കബാബാണ് ഇവിടുത്തെ പ്രത്യേകത. ചിക്കൻ കബാബ്, പിന്നെ മീറ്റ് കബാബ്, അത് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യലാണ്, തുർക്കികളുടെ ഏറ്റവും വലിയ സ്പെഷ്യലാണ് കബാബ്. ഭയങ്കര വലിയ ക്വാണ്ടിറ്റിയാണ് കേട്ടോ. എനിക്കിപ്പം ആയതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സെറ്റ് കബാബ്, ഒരു ലെബൺ വെള്ളം, ഒരു പെപ്സി, ഇത്രയും കൂടെ എനിക്കായത് ആകെ 520 തുർക്കിയുടെ പൈസയാണ് കേട്ടോ. ما في موجود والله، ما في والله. صرف ما في والله. هذا كوين بس الهستوريا ഇവർക്ക് ചില്ലറ ഒന്നുമില്ല. ആകെ ഈ 50 അതിൻ്റെ വെള്ളം വാങ്ങിക്കാൻ ഇന്ന് വെച്ചിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ലൊക്കേഷൻ ഇത്ര അടുത്താണ്. ഇതാണ് അക്സറി മെട്രോ
സ്റ്റേഷൻ, അത്രയും മെട്രോ സ്റ്റേഷൻ്റെ ജസ്റ്റ് ഔട്ട് സൈഡിലാണ് ഈ കാണുന്ന റെസ്റ്റോറൻറ്റ്. ആരിങ്ങനെ തുർക്കിയിൽ ഇസ്താംബൂളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് കഴിക്കാം. അടിപൊളിയായിട്ട്. ഓ സോറി ഐ ആം ടേക്കിംഗ് ഹിയർ. അതാണ്. تعال تعال شوف هنا بس ما في هنا والله سي outside. ഓക്കെ ഓക്കെ. ഒരു ആദ്യമായിട്ടൊരു പോലീസുകാർ വന്നിട്ട് അവിടെ മെട്രോ സ്റ്റേഷനിൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു, അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഇനിയൊരു ഫുഡ് കഴിച്ചൊരു എക്സ്പീരിയൻസ് എടുക്കലുണ്ടാവില്ല. അതായത് നമുക്ക് ഇനി ഇവിടുത്തെ കുറേ പുറത്തോട്ടൊക്കെ ഒന്ന് പോയി കറങ്ങി നേരെ റൂമിലേക്ക് പോവാം. നമുക്ക് ഇവിടുത്തെ നൈറ്റ് ലൈഫ് കൂടെ കാണാമല്ലോ. എന്ന് പറയുന്നത് ഇവിടെ 9 മണി 9:30 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും അടച്ചു വീടുകളിൽ. ഒന്നാമത്തെ കാര്യം തണുപ്പ്, പിന്നെ പകൽ കൂടുതലാണ്, അത് രാത്രി കുറവാണ്. അതുകൊണ്ട് എല്ലാവരും വീട്ടിലേക്ക് പോകും. അപ്പോൾ ബൈ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഷെയറും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. വീണ്ടും അടുത്ത നല്ല നല്ല വീഡിയോകളായി വീണ്ടും കാണുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ, സീ യു.